AV ജയശങ്കറുണ്ട്. ജയശങ്കർ, നേരത്തെ പമ്പ മുതലാണ് നിയന്ത്രണം തുടങ്ങിയത്. അവിടെ നിന്ന് നിയന്ത്രിച്ചു വിട്ടാലേ ഈ സന്നിധാനത്തെ വലിയ തിരക്ക് കുറയ്ക്കാനാവൂ. അതിനപ്പുറത്തേക്ക് നിലയ്ക്കലും ഇനി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമോ? ഈ വലിയ തിരക്ക് കാണുമ്പോൾ ഇനിയും ഈ കാത്തു നിൽക്കുന്ന ഭക്തർ അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് എത്തിയാൽ അത് കുറെ കൂടി ബുദ്ധിമുട്ടാവില്ലേ? അതായത് ഗോകുൽ, വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഉള്ളത്. വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്ന കാഴ്ച. ഏകദേശം 3/4 മണിക്കൂറോളമായി ഇത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരങ്ങിയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ഈ കൂപ്പൺ വിതരണം ഉൾപ്പെടെ കാലതാമസപ്പെടുന്ന വലിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം കിടന്നാൽ മാത്രമാണ് ഈ പമ്പയിൽ ഭക്തരെ ഇറക്കി നിലയ്ക്കലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഒരു പാർക്കിങ്ങിന് ഇടം ലഭിക്കുന്നത്. അങ്ങനെ പാർക്കിങ്ങിന് ഇടം ലഭിച്ചാൽ പോലും ഇവിടെ ഭൗതിക സൗകര്യങ്ങളില്ല എന്ന് നേരത്തെ ഒരു ഡ്രൈവർ നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നിലയ്ക്കൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. പമ്പയിൽ കണ്ട തിരക്കിൻ്റെ ഒരു ബാക്കി പത്രമാണ് നിലയ്ക്കലിൽ. പമ്പയിൽ വാഹനങ്ങളിൽ ഭക്തർ ഇറക്കിയ വാഹനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചേട്ടാ, കുറെ നേരമായി കിടക്കാൻ തുടങ്ങിയിട്ട്? കുറെ നേരമായി, 3/4 മണിക്കൂറോളമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നീങ്ങുന്നില്ലല്ലോ വണ്ടി? നീങ്ങുന്നുമില്ല. മുമ്പത്തെ സീസണിലൊക്കെ എങ്ങനെയായിരുന്നു? ഇതേ രീതിയിലായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-3 വർഷമായിട്ട് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. ശുചിമുറിയൊക്കെ ഉണ്ടോ നിങ്ങൾ ഡ്രൈവർമാർ? കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വെള്ളവുമില്ല, ശുചിമുറി ഇല്ലാതെ നമ്മളിവിടെ അലഞ്ഞിരിഞ്ഞ് ഒത്തിരിയും സ്വാമിമാർ നടക്കുമായിരുന്നു. അവര് മലയിറങ്ങി വരുന്നവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്? അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സ്വാമിമാർക്കും ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് എല്ലാമേ ബുദ്ധിമുട്ടായിട്ടാണ്. ഈ ഡ്രൈവർമാർ അവരുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. ഈ വരി തീരുന്നില്ല ഗോകുൽ, ഇങ്ങനെ നിരന്ന് വണ്ടികൾ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പോലീസിനെ മാത്രം ഈ സംവിധാനത്തിൽ കുറ്റപ്പെടുത്താനാവില്ല. അവർ അവരുടെ പരമാവധി ചെയ്യുന്നുണ്ട്. അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്, മറ്റ് ക്രമസമാധാന ചുമതലകളുണ്ട്. നിലയ്ക്കലിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിൽ ഇപ്പോൾ എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഗോകുൽ, നിലവിൽ അത്തരത്തിലൊരു നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം പമ്പയിൽ നിലവിൽ ദർശനത്തിന് വേണ്ടി എത്തുന്ന ഭക്തരെ ക്യൂ വഴി നിയന്ത്രിച്ചിട്ടുണ്ട്. 3/4 മണിക്കൂർ വരെ പമ്പയിലെ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് കയറാൻ പറ്റുന്നത്. പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള ഫ്ലൈ ഓവറിൽ ഇവരെ കടത്തിവിടുന്നത്. അതിനപ്പുറത്തേക്ക് പമ്പയിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളെയും ഒപ്പം തന്നെ KSRTC ബസ്സിലും ഭക്തർ അങ്ങോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നിയന്ത്രണവും നിലവിൽ നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പമ്പയിൽ കൊള്ളാവുന്ന പരമാവധി ആളുകളെ കൊല്ലുക, അവിടെ നിയന്ത്രിക്കുക, അതിനുശേഷം സന്നിധാനത്ത് ആളുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് അങ്ങോട്ടേക്ക് കയറ്റിവിടുക. അതാണ് നിലവിൽ പോലീസിന്റെ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു പോളിസിയായി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. ഈ പമ്പയിൽ ആളുകൾ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി പമ്പയിൽ ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്താണ്? 24 आवर्स पार्किंग नहीं, जगह नहीं है वो। पार्किंग नहीं है यहाँ? आंध्रा गाड़ी है वो, विजयवाड़ा का गाड़ी। मुश्किल है पार्किंग के लिए? मुश्किल है वो, गलत नहीं, जगह नहीं है वो, घुमा करके फैसिलिटीज नहीं है यहाँ? हाँ, खाली जगह नहीं, घुमा करके जाओ बोल दिया वो. അതായത് ഗോകുൽ, 24 മണിക്കൂറായി പാർക്കിങ്ങിനുള്ള സൗകര്യം ലഭിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടെന്നാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ഭക്തരൊക്കെ തന്നെ പറയുന്നത്. ഈ ആന്ധ്രയിൽ നിന്നുള്ള ഭക്തരാണ് ബുദ്ധിമുട്ട്. പാർക്കിങ്ങിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗോകുൽ, ഒരേ സ്വരത്തിൽ ആളുകൾ പറയുന്നു, നിലയ്ക്കലിൽ പാർക്കിങ്ങിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പഴയ പോലൊരു സംവിധാനമില്ല. എത്തുന്ന വാഹനങ്ങൾ ഇങ്ങനെ ഇരച്ച് നീങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ആകെ പ്രതിസന്ധി. ഏതായാലും നിലയ്ക്കലിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് വലിയ പരാതി വരുന്നത്. മാത്രമല്ല, ഈ കൂപ്പൺ കൊടുത്താണ് അവരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വിടുന്നത്. അവിടെ ഉണ്ടാവുന്ന കാലതാമസം അടക്കം ഒരുപക്ഷെ ഈ സീസണിന്റെ ആദ്യ ദിവസങ്ങളിൽ മുൻവർഷങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. പക്ഷേ ഇത്തവണ ക്രമാതീതമായ തിരക്കാണ്. അതിന് ഏറ്റവും പ്രധാനമായി പോലീസും ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിൽ ഉണ്ടായ വലിയ വർധനയാണ്. മുൻപ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്പോട്ട് ബുക്കിങ്ങിലേക്ക് വരികയുള്ളായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഇരട്ടിയിലധികം ആളുകൾ വരുന്നു. അത് എല്ലാ നിയന്ത്രണങ്ങളും പാളുന്ന ഏരിയയിലേക്ക് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.